അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട ഒരു പ്രസിഡന്റ് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. ഇറാനെതിരെ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഇറാന്റെ എണ്ണ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇറാന്റെ കപ്പലുകൾ ഇപ്പോൾ യഥേഷ്ടം എണ്ണ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറാനിലുള്ള നിലവിലെ സ്റ്റോറേജ് പോലും തീരാനായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇറാനിയൻ ഓയിൽ ടാങ്കേഴ്സ് ആർ ക്ലസ്റ്ററിംഗ് ജസ്റ്റ് ഷേ ഓഫ് US ബ്ലോക്കേഡ് ലൈൻ. ഇറാന്റെ എണ്ണ ടാങ്കറുകളെല്ലാം ഇപ്പോൾ ചാബഹാർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഉപരോധ ലൈനിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ കൂടി നിൽക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എണ്ണ നിറച്ച ടാങ്കറുകൾ ഇപ്പോൾ ഒത്തുകൂടി നിൽക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ടാങ്കേഴ്സ് ലേഡൻ വിത്ത് ഇറാനിയൻ ഓയിൽ നിറച്ച ഇറാന്റെ കപ്പലുകൾ ആർ ക്ലസ്റ്ററിംഗ് ഓഫ് ചാബഹാർ. ചാബഹാറിൽ ഇപ്പോൾ ഒത്തുകൂടുന്നു. പോർട്ട് ഇൻ ഇറാൻ ദാറ്റ്സ് ഔട്ട്സൈഡ് ദി പേർഷ്യൻ ഗൾഫ്. ഇത് ഗൾഫ് കടലിന്റെ പേർഷ്യൻ കടലിന്റെ അപ്പുറത്താണ് ഈ ചാബഹാർ എന്നറിയപ്പെടുന്ന ഇറാന്റെ കോസ്റ്റ് ഉള്ളത്. അതേസമയത്ത് ബട്ട് ജസ്റ്റ് ഷേ ഓഫ് ദി US ബ്ലോക്കേഡ് ലൈൻ, US ഉപരോധ ലൈനിന്റെ തൊട്ടപ്പുറത്താണത്. നമുക്ക് ആ ഒരു ചാബഹാർ എന്നറിയപ്പെടുന്ന തുറമുഖം നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെയാണ് ചാബഹാർ തുറമുഖം ഉള്ളത്. അമേരിക്കയുടെ ബ്ലോക്കേഡ് ലൈൻ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഒമാൻ ഗൾഫ് ഭാഗത്താണ് ഇങ്ങോട്ടുള്ള കപ്പലുകൾ, ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുമ്പുള്ള ഇതാണ് ഇറാന്റെ ബോർഡർ. ഈ ബോർഡറിൽ അമേരിക്കയുടെ ബ്ലോക്കേഡ് ലൈനിന്റെ ഇപ്പുറത്ത് പേർഷ്യൻ കടലിന്റെ ഭാഗത്തല്ല, തൊട്ടിപ്പുറത്തുള്ള ഭാഗം ഇവിടെയാണ് ചാബഹാർ എന്നറിയപ്പെടുന്നത്. ഈ തുറമുഖത്തിൽ നിന്ന് ഇപ്പോൾ ധാരാളം എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ സ്റ്റോറേജുകൾ പോലും ഒരുപക്ഷെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇറാന്റെ ഓയിലുകൾക്കുണ്ടായിരുന്ന ഉപരോധങ്ങൾ ഇപ്പോൾ അത് ഇല്ലാതായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചത് മുതൽ ഇറാന് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന എണ്ണ ഉപരോധങ്ങളെല്ലാം ഇപ്പോൾ മറികടന്ന് ധാരാളം എണ്ണ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടെ ലോകത്തിന്റെ പല ഭാഗത്തും എണ്ണയ്ക്ക് വലിയ ക്ഷാമം നേരിടുന്ന ഈ ഘട്ടത്തിൽ ഒരു സാഹചര്യം മുതലെടുത്ത് ഇപ്പോൾ ധാരാളമായി ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാൻ എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ മൈക്ക് റൂബിയോ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കേട്ടു നോക്കൂ. അതാണ് കറക്റ്റ്. ഈ മൈക്ക് റൂബിയോ പറയുന്നതാണ് കറക്റ്റ്. ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാമ്പത്തിക ആണവായുധമാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് കടലിടുക്കുകളെല്ലാം അത് സാമ്പത്തിക സംവിധാനത്തിനെതിരെയുള്ള ന്യൂക്ലിയർ വെപ്പണാണ് എന്നാണ് ഇപ്പോൾ മൈക്ക് റൂബിയോ പറയുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കാതെയാണ് എടുത്തു ചാടിയതാണ് ഡൊണാൾഡ് ട്രംപ്. ഈ യുദ്ധത്തിൽ നിന്ന് തലയുരാൻ ട്രംപിന് കഴിയില്ല എന്ന് ജർമ്മൻ ചാൻസലർ പറഞ്ഞ വസ്തുതയാണ്. ഇറാന്റെ മുന്നിൽ അടിയറവ് വെക്കാതെ ഒരിക്കലും തന്നെ അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ യുദ്ധത്തിലൂടെ ഇറാൻ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരിക്കലും അമേരിക്കയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ഒരിക്കലും യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നില്ല എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഒരു പരിധി വരെ അമേരിക്ക അംഗീകരിക്കാതെ ഇറാൻ പിൻവാങ്ങുകയില്ല. ആ കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഒരുപാട് പ്രതിസന്ധികളെയും മറികടക്കാൻ അതോടുകൂടെ ഇറാന് സാധിക്കും. മാത്രമല്ല ലോകത്തെ ഒരു വൻ ശക്തിയാണ് ഇറാൻ എന്ന് വരച്ചു കാണിക്കാനുള്ള ഒരു അവസരമായി ഇറാൻ അത് ഉപയോഗപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ യുദ്ധം, ഞാൻ അങ്ങനെ തന്നെ പറയുന്നില്ല, നേരെ മറിച്ച് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചേർന്ന് നടത്തിയ ഈ യുദ്ധം തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏറ്റവും വലിയ ദുരന്തമായി പരിണമിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവസാനമായി ട്രംപ് എടുത്ത ഒരു വലിയൊരു പോംവഴിയായിരുന്നു ഇറാന്റെ എക്കണോമിക് സൈറ്റുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുക, പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതി ഉപരോധിക്കുക എന്നത്. അതിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം വലിയൊരു കപ്പൽ തിരിച്ചയച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ തിരിച്ചയച്ച കപ്പലിന്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ കപ്പലുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നത്. ഇറാന്റെ വലിയ ടാങ്കർ കപ്പലുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ എണ്ണ പല ഭാഗത്തേക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ തന്നെ നെതന്യാഹുവിനും ഏറ്റവും വലിയ തിരിച്ചടിയാണ്
അവർക്ക് ഒരുപക്ഷെ വലിയ നെഞ്ചിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ് ഈ വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാറ്റലൈറ്റ് ഇമേജുകളാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ എണ്ണ ഇറാൻ വിറ്റയിച്ചു. ഈ ഒരു ഘട്ടത്തിനിടയിൽ അമേരിക്കയുടെ ബ്ലോക്കേഡ് നിലനിൽക്കുന്ന, ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇറാൻ വലിയ രൂപത്തിൽ എണ്ണ വിറ്റയിച്ചു എന്ന വാർത്ത വന്നിരുന്നു. വലിയ പ്രതിസന്ധി ഉണ്ട് ഇറാന്റെ ഉപരോധം എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന്, ഇത് കടൽ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറാൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ എണ്ണ വിൽക്കുകയും അതേ സമയത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന എല്ലാ നീക്കങ്ങളെയും തടയുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിൽ, ഹോർമുസ് കടലിടുക്ക് അടക്കുന്നത് ഇറാന് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ, ഇറാൻ കഴിഞ്ഞ ദിവസം അമേരിക്കക്ക് നൽകിയിട്ടുള്ള സമാധാന ചർച്ചകളുടെ ഘട്ടങ്ങൾ, 3 ഘട്ടങ്ങളിൽ, അതിൽ ആദ്യ ഘട്ടം പോലും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഇനി യുദ്ധമുണ്ടാവുകയില്ലെന്ന് ഉറപ്പ് വാങ്ങിയതിനു ശേഷം ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും തുറക്കുമെന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. അവർ ആ ഹോർമുസ് കടലിടുക്ക് വെച്ച് എന്താണോ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ആ കാര്യം അവർ ചർച്ചയിൽ മുന്നോട്ട് വെക്കുമെന്നാണ് ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എണ്ണയും വിറ്റു ലാഭമുണ്ടാക്കി, മാത്രമല്ല ടോൾ പിരിച്ച് വീണ്ടും പണമുണ്ടാക്കി, ഇങ്ങനെ വലിയ രൂപത്തിൽ ഇറാൻ സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ചേർന്ന് ചെയ്തിട്ടുള്ളത്.